ഈ സർക്കാരിന്റെ പരാജയം തെളിഞ്ഞു കത്തിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ദിവസം. 8 വർഷങ്ങൾക്കിപ്പുറത്ത് നീതി തേടി ഒരു അതിജീവിത കോടതിയിൽ നിന്നും വീണ്ടും നെഞ്ചുപൊട്ടിയിറങ്ങുമ്പോൾ അവിടെ നിരപരാധി എന്ന് ഒരിക്കലും കേൾക്കരുതേ എന്ന് ഇതേ കേരളം ആഗ്രഹിച്ച ഒരു വ്യക്തിയെ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നുവെന്നാണ് നമ്മൾ കണ്ടതും കേട്ടതും. രാഷ്ട്രീയമായി കേരളത്തിൽ നടക്കുന്ന വലിയ വലിയ കൊലപാതകങ്ങൾക്ക് ഡൽഹിയിൽ നിന്നടക്കം കോടാനുകോടി കൊടുത്ത് ഘടാഘടിയന്മാരായ വക്കീലന്മാരെ ഇറക്കിയ സർക്കാരാണ് കേട്ടോ ഈ പിണറായി സർക്കാർ. പക്ഷേ ആ സർക്കാരിന്റെ എക്കാലത്തെയും പരാജയമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇനിയും നിങ്ങൾ പറയണം ആർക്കാണ് സുരക്ഷയെന്ന്, ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന്. എന്തായാലും ജനം ഇളകിക്കഴിഞ്ഞു. തെരുവ് കയ്യേറാൻ കൂടി അവർ തുടങ്ങിയാൽ പിന്നെ ഇരട്ടച്ചങ്ക കൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാകില്ല എന്നേ പറയാനുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട 1-2 രംഗങ്ങൾ കാണാം. റേപ്പുകൾ, ഗ്യാങ് റേപ്പുകൾ അടക്കം ആയിരക്കണക്കിനായ കേസുകൾ കണ്ടതാണെങ്കിലും ഒരു കളകൂട വൈരാഗ്യത്തിന് ബലാത്സംഗം ചെയ്യാൻ ഒരുത്തിന് കൊട്ടേഷൻ, ഒരു റേപ്പ് കൊട്ടേഷൻ, അത് രാജ്യമെന്ന ലോകത്ത് തന്നെ കേട്ടുകഴിവില്ലാത്തതാണ്. അതുമാത്രമല്ല, കേസിന്റെ വ്യവഹാര വഴി, അട്ടിമറി നീക്കങ്ങൾ, വിചാരണ നീണ്ട 8 വർഷങ്ങളൊക്കെ അക്കാദമിക്കലി പറയാം റയറസ്റ്റ് ഓഫ് ദി റയർ, അപൂർവങ്ങളിൽ അപൂർവമാണ്. ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഇതുപോലെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതാണ്. ഈ കേസിന്റെ 2ാം വരവിലെ ചാലകശക്തി ബാലചന്ദ്രകുമാർ രോഗാവസ്ഥയിൽ വയ്യാതായെന്നും ഇരിക്കാനാവതില്ലെന്നും പറഞ്ഞ ആ സംവിധായകൻ വാട്സാപ്പിലേക്ക് സന്ദേശം അയക്കുന്നുണ്ട്. ഒരു രോഗിയെന്ന പരിഗണന ആരും തന്നില്ല. ആവർത്തന ഡയാലിസിസ്, അങ്ങേയറ്റം അവശത, റെസ്റ്റില്ലാതെ കോടതി മുറിയിൽ ചോരയിറ്റലുകൾ, യാതനകൾ, അനുഭവിച്ച വേദനകൾ ഒരു നാൾ ഞാൻ പറയുന്നുണ്ട്, പിന്നെ ഉണ്ടായില്ല. വേദനയിൽ മരിച്ചുപോയത്തിന്റെ വേദനാ സന്ദേശം ഇപ്പോഴും ഇറയലോടെ ഈ ഫോണിൽ കിടപ്പാണ്. ആ വേദനകളൊന്നും പറയാൻ ബാക്കി നിൽക്കാതെ അധികം വൈകും മുന്നേ വേദനയില്ലാത്ത ലോകത്തേക്ക് പോയ വിസിൽ ബ്ലോവർ, ധാർമ്മികതയുടെ നാവായി മാറിയ നിലപാടിന്റെ ദ്വയാക്ഷരി PT എന്നൊരു രാഷ്ട്രീയക്കാരൻ PT തോമസ്, ആ പെൺകുട്ടിക്ക് കയ്പുനീർവിധിയെങ്കിലും ഈ ദിവസം ആ 2 പേരെയും ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു നാൾ ചുമ്മാതിരിക്കുമ്പോൾ ഏതോ ഒരു ഡ്രൈവർ ഒരു 4-അംഗ ഗുണ്ടയ്ക്ക് അന്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു നായക നടിയെ റേപ്പ് ചെയ്യാൻ ഉൾവിളി ഉണ്ടാകുന്നു. തെരുവിൽ വാഹനത്തിൽ ബലാത്സംഗ ചിത്രീകരണം, വിഷ്വൽ ഗൂഢകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു, തെളിവുനാശം, ജാമ്യത്തിന് ശേഷം മോഡലിംഗ്, ആഡംബര വാഹനങ്ങളിൽ കറക്കം. ആ തെമ്മാടിപ്പണിയിൽ 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമെന്നും ഗൂഢാലോചനയുടെ ഒരു ദുഷ്ട തലച്ചോറിന് തെളിവ് കൂമ്പാരത്തിൽ തെളിവില്ലെന്നും പറയലാണ് കോടതി. പ്രോസിക്യൂഷൻ പരാജയം, സർക്കാർ പരാജയം കൂടിയാണ്. കോടതി ഉത്തരവിൽ വിശുദ്ധനാക്കപ്പെട്ട 8ാം പ്രതിയെ വാരിപ്പണിരുന്ന താരശരീരങ്ങൾ, മാടി വിളിക്കുന്ന റെഡ് കാർപ്പറ്റുകൾ, ആരാധക വൃന്ദം. മാലപ്പടക്കത്തിനിടയിൽ ആ കേസിന്റെ മറന്നുപോകരുതാത്തൊരു ഭൂതകാലമുണ്ട്. ആ ജഡ്ജിയുടെ സമീപനം താങ്ങാവതല്ലെന്ന് പറഞ്ഞ് രാജിവെച്ചിറങ്ങിപ്പോയത് 2 പ്രോസിക്യൂട്ടർമാർ. ആത്യന്തികമായി ആർക്കാണോ നീതി വേണ്ടത് ആ വിക്ടിം ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മേൽക്കോടതിയിൽ പോയ കേസാണ്. ആ മെമ്മറി കാർഡ് കോടതിയുടെ ചെസ്റ്റിൽ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തുവെന്ന നിയമവിരുദ്ധ നെറുകേടിൽ രാഷ്ട്രപതിക്ക് കത്തുപോയ കേസാണ്. ഒരു വിചാരണ കോടതി ഉത്തരവിൽ കഴുകിപ്പോകുന്ന കളങ്കങ്ങളാണോ, ഓടിച്ചിട്ട് കടിക്കുന്ന പേപ്പട്ടികൾ കണക്കെ നാഥനില്ലാ കൂട്ടങ്ങളോ, അതോ ആ എക്കോ സിനിമയിൽ പറയും മട്ടിൽ മാസ്റ്റർ ട്രെയിൻഡ് മലേഷ്യൻ വേട്ടപ്പട്ടികളാണോ എന്ന് കാലം പറയട്ടെ, മേൽക്കോടതികൾ പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരി, 8 ആണ്ടുകൾ ഒരു ചെറിയ കാലയളവല്ല. വർഷങ്ങളിൽ നീതാണ്ടിയ വേദനാവഴികൾ, കേട്ട അധിക്ഷേപങ്ങൾ, കരഞ്ഞു നാനാവിധമായി പോവാതെ ഒരു മുഴം കയറിൽ തൂങ്ങിയാടാതെ വല്ലാത്തൊരു ചങ്കുറപ്പിൽ ഉയർത്തൊരു നിൽപ്പുണ്ടല്ലോ, അത് മതി. ഇരയല്ല, അത് ജീവിതമല്ല, നീ തിരുത്താണ്, കരുത്താണ്. ഏത് കോടതിയിൽ തിരിച്ചടിയെങ്കിലും, ഏത് ആകാശമിടിഞ്ഞു വീണാലും മനസാക്ഷി കോടതി നിസ്തർക്കം നിനക്കൊപ്പം മാത്രമാണ്. ആർജവത്തിന്റെ അവസാന വാക്കേ അഭിവാദ്യങ്ങൾ. ഇപ്പൊ നമുക്കൊരു കാര്യം കൂടി പരിശോധിക്കാം. ഈ നിയമമന്ത്രി പറഞ്ഞിരിക്കുന്നത്, രാജീവ് പറഞ്ഞിരിക്കുന്നത് അപ്പീൽ പോകും എന്നാണ്. അപ്പീൽ പോയതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ് നിയമ വിദഗ്ധർ ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു കേസിൽ ഒരു കോടതി ഒരാളെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് അപ്പീൽ പോയി കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറയുന്നത്, സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും ലഭിക്കുക ഈ പറയുന്ന വെറുതെ വിട്ട ആളുകൾക്ക് അനുകൂലമായിട്ടായിരിക്കും. അതേസമയം ഒരാൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക, അയാളുടെ അപ്പീൽ പോയാൽ അത് അയാളുടെ അവകാശമാണ്, അയാളുടെ ലാസ്റ്റ് റൈറ്റ് ആയിട്ടാണ് കോടതി കാണുക. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഈ പറയുന്ന കേസ് പൂർണ്ണമായും പക്ഷേ കോടതി കേൾക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കോടതി വെറുതെ വിട്ട ആൾക്കെതിരായിട്ട് ഈ പറയുന്ന അപ്പീലുമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം എന്താ പറയുക, ഗ്ലെയറിംഗ് ആയ ഡിഫക്റ്റ് എന്നാണ് നിയമത്തിന്റെ ഒരു വാക്കെന്ന് പറയുന്നത്. ഗ്ലെയറിംഗ് ആയ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ കേസ് വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരാളെ വെറുതെ വിടാൻ കോടതിക്ക് ഒരു റീസണിംഗ് ഉണ്ടാകും. ആ റീസണിംഗിലൂടെയാണ് കോടതി പോവുക. സ്വാഭാവികമായിട്ടും അക്വിറ്റലിന്, അതായത് വെറുതെ വിട്ടയാൾക്ക് അനുകൂലമായിട്ടുള്ള വിധി പ്രസ്താവങ്ങൾ വരാനാണ് സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അപ്പീൽ പോകും എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല. ഇവിടുത്തെ ഈ പ്രോസിക്യൂഷന്റെ പരാജയം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന്റെ പരാജയമാണ് കേട്ടോ. യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ആണ് ഈ അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ളത്. അവരുടെ അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായിട്ടുള്ളത്. അപ്പൊ അവർക്കുണ്ടായിട്ടുള്ള പരാജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന്റെ പരാജയമാണ്. സ്റ്റേറ്റ് ഈ കേസിൽ എത്രത്തോളം ഗൗരവത്തോടുകൂടി ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിലും സർജിക്കൽ സ്ട്രൈക്കിന് സംശയമുണ്ട്. കാരണം സുപ്രീം കോടതിയിലൊക്കെ ദിലീപ് ആരെയാ വെച്ചിരുന്നത്? റോഹ്തഗിയെ പോലെയുള്ള വളരെ കൊടികെട്ടിയ വക്കീലന്മാരെയാണ് കോടതികളിൽ ദിലീപ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശക്തിയൊക്കെ നിശ്ചയമായും അതിനെ സ്വാധീനിക്കും.
സ്വാധീനിച്ചിട്ടുണ്ടാകും, അതിന് സഹായകരമായിട്ടുണ്ടാകാം. സ്റ്റേറ്റിനും അതേ ഉത്തരവാദിത്തമുണ്ടല്ലോ. സ്റ്റേറ്റ് അതിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് പറയുന്ന സാധാരണ അഭിഭാഷകരെ വെച്ചിട്ടല്ല ഈ കേസ് ഫൈറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണല്ലോ വലിയ അഭിഭാഷകന്മാരെ ഡൽഹിയിൽ നിന്നൊക്കെ രായ്ക്ക് രാമായണം നമ്മൾ വിമാനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഈ വാദമൊക്കെ നടത്തുന്നത്. ആ ഗൗരവം ഈ കേസിനകത്ത് സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്റ്റേറ്റ് പരിശോധിക്കേണ്ടതാണ്. ആകപ്പാടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കാര്യം എന്താ? ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിൽ ഒരുപാട് ശുദ്ധീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏറെക്കുറെ അതൊക്കെ നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ കമ്മിറ്റിയിൽ വലിയ പരാതികൾ പല ആളുകൾക്കുമെതിരെ, പല താരങ്ങൾക്കും എതിരായിട്ടുണ്ടായിട്ടുണ്ടല്ലോ. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഈ സർക്കാർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കുന്ന നടപടിയല്ലേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഉപകാരസ്മരണയായിട്ട് പല താരങ്ങളും ഇപ്പോൾ സർക്കാരിന്റെ വേദികളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിഷയമാണെങ്കിൽ കൂടിയും നടിയുടെ ഈ പറയുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ആകപ്പാടെ കേരളത്തിൽ സംഭവിച്ച ഒരു പോസിറ്റീവായ കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നോക്കൂ, ഈ പറയുന്ന ദിലീപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ കേസിൽ ഗൂഢാലോചന നടന്നത് തനിക്കെതിരായിട്ടാണ് എന്നാണ് ഇപ്പോൾ ദിലീപ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിന്റെ കിങ് പിൻ എന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ നറേറ്റീവ് ഉണ്ടാകുന്നു, ഒരു പുതിയ കഥയുണ്ടാകുന്നു, ഒരു പുതിയ ആഖ്യാനം ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്. എന്തായാലും ഈ കേസ് ഏറെക്കുറെ ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സർക്കാർ ഇനി അപ്പീലിന് പോകാം. പക്ഷേ ഈ വിധി പ്രസ്താവം സമൂഹത്തിലെ സംശയങ്ങളെ ബലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്, കൂടുതൽ ചോദ്യങ്ങളെ ഉയർത്തിവിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.